ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ല ഫുഡുകൾ കഴിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ വിന്താലു ആണ്. നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചിക്കൻ വിന്താലുവിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിലേക്ക് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മസാലകൾ: 1 സ്പൂൺ കുരുമുളക്, 3 ചെറിയ ഗ്രാമ്പു, 4 ഏലക്ക, 1 കഷ്ണം കറുകപ്പട്ട. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 സ്പൂൺ കടുക്, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ പെരുംജീരകം, 1/2 സ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനൊരു മിക്സിയിലേക്ക് ആ മസാലകളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഞാൻ അതിനു വേണ്ടി ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. 1 സ്പൂൺ മല്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഈ തക്കാളിയും കൂടെ ഇട്ട് ഉള്ളിയും തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ തക്കാളിയും സവാളയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതാണ് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്ത മസാലക്കൂട്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കനാണ്. ചെറിയ പീസുകളായിട്ട് നമ്മൾ കറി പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്താണ്. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളധികം ആരും ട്രൈ ചെയ്യാത്ത ഒന്നാണ് ചിക്കൻ വിന്താലു. നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. കാരണം ഇതൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കാരണം ചിക്കൻ ഉപ്പ് വേണം. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇളക്കാൻ നേരത്തെ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചിക്കൻ വിന്താലു ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് വിനാഗിരി എല്ലാം കൂടെ വന്നപ്പോൾ ചെറിയ പുളി ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിന് മുന്നേ ഞാൻ പറയുകയാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പത്തിനും ചോറിൻ്റെ ഒപ്പം ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചിക്കൻ വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.